ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പം ഞാൻ ഇന്ന് ബാരീസ് പ്രസിഡന്റാണ് ഗൈസ് കളിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇതിൽ ഈസി മോഡ് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. അത് ഞാൻ സൗണ്ട് കുറയ്ക്കട്ടെ. അപ്പം ഞാൻ ഈസി മോഡ് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈസി മോഡാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അപ്പം ഗൈസ്, നമ്മൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാരാ ടാസിനോ അങ്ങനെ കണ്ടു. അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. ഞാൻ തുറന്നു പോവുകയാണ്. ഇതൊക്കെ നമ്മളന്ന് വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ഹാർഡിൻ്റെ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ചാനലിലൊന്ന് ജസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഞെക്കാം. ഓക്കെ, ഹാർഡിൻ്റെ ഗെയിം പ്ലേ കാണാത്തവരൊന്ന് പോയി കാണുക. ഓക്കെ, നമുക്കിവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് ഇത് അടിച്ച് അങ്ങ് പൊട്ടിക്കാം. അങ്ങനെ അടിച്ചറിയാതെ ഗൈസ്. പിന്നെ ഇതുകൊണ്ട് അടിച്ച ഹെൽത്തൊക്കെ ഞാൻ കാണിക്കാം. ഇങ്ങനെ അടിച്ച് നമുക്ക് ഇവനെ കൊല്ലാം. അടിച്ച് കൊല്ലടാ, അത്രേ ഉള്ളൂ. അടിച്ചങ്ങ് അവനെ കൊന്നിട്ടുണ്ട്. അയ്യോ, അയാൾ വരുന്നു. ഞെക്ക് അത്രേ ഉള്ളൂ. ഇയാൾ നമ്മളെ പിടിക്കും ഉറപ്പാ, 100% ഉറപ്പാ. അയ്യോ, ജസ്റ്റ് എസ്കേപ്പ്. ഓക്കെ, ഞാൻ ഓടി പോയി എങ്ങനെ അയാളുടെ അടുത്ത് രക്ഷപ്പെട്ടു. ഇവനെയാണ് ഞാൻ ഇച്ചിരി മുമ്പ് കൊന്നതെന്ന് തോന്നുന്നു. അയ്യോ, ഇവനെ നോക്കിയപ്പോൾ ഞാനിപ്പോൾ ചത്തേനെ അയാളുടെ അടുത്ത് പെട്ടിട്ട്. അപ്പം ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് സ്പീഡിൽ ഇങ്ങനെ പോവാം. ഇവിടെ ഒന്നും പേടിക്കണ്ട ഗൈസ്. പിന്നെ ലാവയുടെ ഗെയിം പ്ലേ വേണ്ടവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ലാവയുടെ ഗെയിം പ്ലേ ഞാൻ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും. ഞാൻ ലാവ കളിച്ചപ്പോൾ നല്ല പാടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷവൽ എടുത്ത് അവിടെ ഡിഗ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ നേരെ തുറക്കാം. ഇവിടെ ഇത് നമ്മൾ കുഴിച്ച് പോകണം. കുഴിക്കാൻ പെട്ടെന്ന് ഇത്രയുള്ളൂ. ഓക്കെ, അയ്യോ, ഇതാവശ്യമില്ല ഇപ്പോൾ. നമ്മളിത് ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ ചാടിയോടിയൊക്കെ പോയാൽ മതി. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പൊളിഞ്ഞ് കിടക്കും. അവിടെ നമ്മൾ കുറച്ച് നേരം നിന്നാൽ പണി വാളും. അതുകൊണ്ട് ഇവിടെ എത്ര പാടില്ല. പക്ഷെ ഹാർഡ് മോഡ് ഇവിടെ നല്ല പാടായിരുന്നു. പക്ഷെ ഞാൻ 3 ട്രയലെങ്ങാണ്ട് കളിച്ചപ്പോൾ അത് ചെയ്തു. ഇവിടെ മറ്റേ ബോൾ ഉരുണ്ട് വരുന്നത്, അത് നമ്മൾ ഹാർഡ് മോഡ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇത് കടന്നു പോവാം. ഞാനൊരു പ്രാവശ്യം ഇവിടുന്ന് അങ്ങനെ നേരെ പോകാൻ നോക്കിയതാണ്. കറക്റ്റ് ആ ബോൾ എന്നെ ഒന്ന് കൊന്നു. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് സേഫായിട്ട് പോവാം ഗൈസ്. പിന്നെ എനിക്കൊരു ജലദോഷത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളെ പിടിക്കാൻ വരും. അത് പിന്നെ അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ പോയി തിരിച്ചാൽ മാത്രം മതി. ഓക്കെ, ഓടിക്കോ. ഓക്കെ, ഇവിടെ പിന്നെ ഒരു സ്റ്റെപ്പ് ചാടിയ പിന്നെ നമ്മളെ പിടിക്കാൻ വരത്തേയില്ല. ഓക്കെ, ഓന്ന് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ചാടി പോടാ. പിന്നെ നമ്മൾ ഇത് തിരിച്ച് മുകളിലേക്ക് പോകണം. ഇത് ഞാൻ എൻ്റെ ഈ മറ്റേ ബാരീസ് പ്രസിഡന്റിൻ്റെ ഈസിയിൽ എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്തിട്ടായിരുന്നു. അതിനകത്തിട്ടായിരുന്നു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഹാർഡിന് ഇവിടെ ഭയങ്കരമായിട്ട് ചാടുന്ന ശക്തി കിട്ടുന്ന പറഞ്ഞതാണ്. ഇതെടുക്കുക. അയ്യോ പോയി. അത് പോയി. ഒന്നെടുത്ത് കുടിക്കണം ഒന്ന്. പക്ഷെ എനിക്ക് ഹാർഡ് കളിച്ചപ്പോഴാണ് ആ ചാടുന്നതായിരുന്നു ഇതിനേക്കാൾ ഈസി ആയിട്ട് തോന്നിയത്. ഈ ഓടുന്നതിനേക്കാൾ ഈസി എന്തായാലും ഭയങ്കരമായിട്ട് ചാടി പോകുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം വീഴാതെ കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. എന്തായാലും ഒരു പ്രാവശ്യം ഞാൻ വീഴാറുണ്ട് പതിവായിട്ട്. ഇവിടെ ജസ്റ്റ് മിസ്സിനാണ് വന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പിന്നെയും വീഴാതെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഏണി കയറി പോകുന്നുണ്ട് നമ്മൾ. പക്ഷേ ആ ഹാർഡ് വേറെ എവിടെയൊക്കെയോ ആയിരുന്നു നമ്മൾ വന്നത്. ഇത് നമ്മൾ ഇവിടുന്ന് കോണിയെടുത്ത് അവിടെ വെക്കണം. നമ്മൾ ഹാർഡ് കളിച്ചപ്പോൾ ഇവിടെ കൂടെ ആയിരുന്നു വന്നേ. നമ്മൾ അങ്ങോട്ടൊക്കെ പോയി വെറുതെ ഹാർഡ് കളിച്ചപ്പം ഞാൻ വിചാരിച്ചു പുറത്തുമില്ലായിരിക്കും. ഇത് നീങ്ങിപ്പോയി. എപ്പോഴും ഞാൻ ഇത് വെക്കുമ്പോൾ നീങ്ങിപ്പോകും. പക്ഷേ ജോയിസ്റ്റിക്ക് സൈഡിലേക്ക് വയ്ക്കാൻ ആ പ്രശ്നം കാണില്ല. പിന്നെ ഹാർഡിൽ ഇവിടെ ഒരു ലേസറായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഞാൻ ഹാർഡിൽ ആ ലേസറും താണ്ടി പോയി. ലേസറിൻ്റെ അവിടെ ഒരു പ്രാവശ്യം ചത്തു. ഓക്കെ, നമുക്ക് ഇവിടെ
കോണി കയറി പോകണം. ഇവിടെ ചെറിയ അത്യാവശ്യം നല്ലൊരു പാർക്കറാണുള്ളത്. ഇവിടെ നമ്മളിങ്ങനെ ചാടി പോകണം. ഓക്കെ, ഇവിടെയും ചാടണം, ഇവിടെയും ചാടി അങ്ങനെ പോകുമ്പോൾ ഇച്ചിരി പാടാണ്. ഓയ്, ഇതാണ് സീൻ. ഓക്കെ, ഇവിടെയും ചാടി കറക്റ്റായിട്ട് ചാടി നമ്മൾ അതിവിദഗ്ധമായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഇതിങ്ങനെ ഓക്കെ അത് നമ്മൾ പിടിച്ചു. നമുക്ക് നേരെ ഒന്നും പോയി അത്ര റിസ്ക് ഒക്കെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടൊരു വഴിയുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചാടിയാൽ മതി. അതിന് കറക്റ്റ് എയിമിങ്ങും ടൈമിങ്ങും എല്ലാം കറക്റ്റായിട്ട് വേണം. പിന്നെ കാണുന്നവരെല്ലാം ലൈക്ക് ബട്ടണും കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. പിന്നെ ഇതെല്ലാം തുറന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടുത്തെ ഞാൻ തുറക്കാറുള്ളൂ. ഓക്കെ, അത് ഞാൻ തുറന്നു. പോടാ. അപ്പോൾ ഇതും കയറി പോകുന്നുണ്ട്. ഹാർഡിൽ ഇവിടെയൊക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെയായി നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സ്ഥലത്ത്. എനിക്ക് ഇവിടെ കുഴപ്പമില്ല, പക്ഷെ ഇവിടെയാണ് എനിക്ക് ഒന്നുകൂടെ കുഴപ്പം. ഓക്കെ, ഇതും ചാടിക്കടന്നു. ഇത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, പക്ഷെ അങ്ങനെ പറയുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ വീഴുന്നേ. ഇവിടെ അല്ലായിരുന്നു അയാൾ പിടിക്കാൻ വരുന്നേ? അല്ല, ഈ കുഴി കൂടെ ഒക്കെ ചാടിയിട്ടായിരുന്നു അയാൾ പിടിക്കാൻ വരുന്നത്. വേറൊരു ഗ്യാരി ദ ഷെഫ് അങ്ങനെ ഗ്യാരി ദ ഷെഫ് എന്ന് പറയുന്ന ഒരാൾ നമ്മളെ പിടിക്കാൻ വരുന്നേ. അത് ഏത് വഴി? ഇവിടെ ആയിരുന്നു അത്. ഓക്കെ, പോളാ, നീ എന്നെ ഒന്നും പിടിക്കില്ലേ? എനിക്ക് ഉറപ്പാ. അയ്യോ, ഞാനിങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ അവൻ എനിക്ക് ഒരെണ്ണം തന്നു. അവനെ അങ്ങ് വയറങ്ങ് നമ്മൾ കൊല്ലും. അവനവിടെ ചത്തു. അവന്റെ കോയിൻസ് നമ്മൾ എടുക്കണം. ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളാ ഒരു റോബോട്ടിനെ പൊട്ടിക്കുന്നുണ്ട്. ആ റോബോട്ടിനെ പൊട്ടിക്കുമ്പോഴും ഈ കോയിൻ നമ്മൾ എടുക്കണം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ കോയിൻസ് ഒക്കെ കാണുന്നത്. നമുക്ക് ഒരു ഫാൻസി നമ്പറാണ്. കോയിൻ എടുത്തപ്പോൾ 12 കോയിൻ കാണിക്കുന്നത്. ഓക്കെ, പോവാ. അയ്യോ, പറന്ന് നമ്മളിവിടെ എത്തി. ശരിക്കും ഇത്രയും ദൂരമൊക്കെ എങ്ങനെ വരുന്നെന്ന്. നമ്മൾ ഹാർഡ് മോഡ് കളിച്ചപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, തുറക്കാം. ഇവിടെ ആയിരുന്നു ഗൈസ് നമ്മൾ ഈസി മോഡ് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഗ്ലിച്ച് അടിച്ച് പോയത്. അപ്പോൾ ഈ പ്രാവശ്യം ഗ്ലിച്ച് അടിച്ച് പോകില്ലെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ പോകുകയാണ്. ഓക്കെ, നമ്മൾ അടുത്തെത്തുമ്പോഴേ ഓരോന്നിങ്ങനെ കറങ്ങുന്നുള്ളൂ. അയ്യോ കറക്റ്റ് ലാസ്റ്റിൽ അവിടെ തന്നെ ചെന്നിടിച്ച്. ഈ അറ്റത്തൂടെ പോകുന്നതാണ് നമുക്ക് സേഫ്. കാരണം ഈ അറ്റത്തൂടെ പോകുമ്പോഴാണ് ഒന്നുകൂടെ എനിക്ക് സേഫായിട്ട് തോന്നാറുള്ളത്. ഇവിടെ കൂടെ പോകും, പക്ഷെ ഒരിക്കലും നടുക്കൂടെ പോകരുത്. നടുക്കൂടെ പോകുന്നത് ഒട്ടും സേഫ് അല്ല. ഓക്കെ, ഇവിടം വരെ നമ്മൾ വന്നാൽ പിന്നെ പേടിക്കാനേ ഇല്ല. നമ്മൾ വിചാരിക്കും താഴോട്ട് പോയെന്ന്, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ എന്തായിരുന്നു? ഇവിടെ പ്ലാങ്ക് വെക്കുന്നേ. ഈസി മോഡിലൊക്കെ ഇവിടെ ഇങ്ങനെയാണ്, പക്ഷെ ഹാർഡ് മോഡ് നമ്മൾ കളിച്ചപ്പം അവിടെ കൂടെ ഒക്കെ കറങ്ങിയായിരുന്നു നമ്മൾ പ്ലാങ്ക് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങോട്ട് നേരെ എടുത്തു. ഇവിടെ ഒരു പ്ലാങ്ക് ഡ്രോപ്പ് ചെയ്തു, പക്ഷെ നമ്മളിനി അടുത്തെടുക്കാൻ തിരിച്ചു പോകേണ്ട കാര്യമില്ല. അത്യാവശ്യം അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഹാർഡ് മോഡിൽ കളിച്ച അതേ ടെക്നോളജി തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അവൻ ഇങ്ങനെ വെടി വെച്ചോ കോയിൻ പലയിടത്തായി ചെതറിയാണല്ലോ കിടക്കുന്നത്. ഇനിയും നമ്മളിവിടെ ഗൈസ് ഗെയിം ഏകദേശം എൻഡ് ആകാറായി.
നേരെ ഇതങ്ങ് ഇടിച്ച് പൊട്ടിച്ചോണ്ടങ്ങ് വെക്കും. ഇടിച്ച് നമ്മളത് തകർത്തിട്ടുണ്ട്. അടുത്ത് വെച്ചോണ്ട് എനിക്കങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ രക്ഷപ്പെട്ട് പോകും. ഇവിടുന്ന് ചാടിയൊക്കെ നമ്മൾ ഇറങ്ങും. ഇതൊരു ഹാർഡ് മോഡി ഏടിയിൽ കൂടെ കയറി അവിടെ ഈ വെന്റിൽ കൂടെ ആയിരുന്നു നമ്മൾ ഇറങ്ങി തുറക്കും. വെന്റിൽ കൂടെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയത്. ഈ മോഡി പിന്നെ ഇത്രയും കഷ്ടപ്പാടൊന്നും. അയ്യോ അയ്യോ തുറക്കുന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ കഷ്ടപ്പെട്ടത് തുറന്നിട്ടുണ്ട്. പിന്നെ ഞാനിനി റോബ്ലോക്സിൽ അടുത്ത് ഏത് ഗെയിം കളിക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, ഞാൻ ഇതും ഏണി പിടിച്ച് കയറുന്നുണ്ട്. കയറി പോകട്ടെ. ഓക്കെ, നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ കയറി പോകണം. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇതാണ് എൻ്റെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് 32 സെക്കൻഡ് കൊണ്ടാണ് എസ്കേപ്പ് ആയത്. ഹാർഡിൽ എത്രയാണ്? ഞാൻ 18 മിനിറ്റ് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഞാൻ എടുത്തത്. ഇപ്പോഴും നമുക്ക് ഈ ഗണ്ണുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതും കൂടെ കടന്ന് പോവുകയാണെങ്കിൽ നമ്മൾ എസ്കേപ്പായി. നമ്മൾ ബാരിയർ പ്രസിഡന്റിൻ്റെ ഈസി നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.